അമിത സ്വാതന്ത്ര്യം നിന്ന് വളർത്തിയതിന്റെ ശിക്ഷയാണിതൊക്കെ. മതി നിന്റെയൊക്കെ ഒരു പക്ഷിശാസ്ത്രം. പോകാനിരിക്കോ? ഇല്ല അച്ഛാ, വിനീന്റെയും വൃദ്ധയുടെയും കൊലയാളിയെ കണ്ടുപിടിച്ചല്ലാതെ ഞാൻ വരില്ല. രാഹുൽ. അതെ അങ്കിൾ, ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. തീരുമാനം? അപ്പോൾ ഇത് ആത്മഹത്യയാണെന്നാണോ സാറിന്റെ നിഗമനം? തീർച്ചയായും. ഇണയെ ബലാത്സംഗം ചെയ്തു കൊന്ന കുറ്റബോധം കൊണ്ട് അവൻ ആത്മഹത്യ ചെയ്തു. എനിക്കതിൽ സംശയമുണ്ട്. സംശയം കൂടെ കൊണ്ട് നടക്കുന്നവരാണല്ലോ നിങ്ങളൊക്കെ. അതല്ല സാർ, ഇത്തരം റിപ്പോർട്ടുകളിൽ ചുഴിഞ്ഞിറങ്ങിയുള്ള പഠനങ്ങളാണ് ഞങ്ങളുടെ കൈമുതൽ. അതിരിക്കട്ടെ, നിങ്ങളുടെ ഈ തെളിവുകൾ വലുതുണ്ടോ? തെളിവൊന്നുമില്ല, പക്ഷേ സംശയമുണ്ട്. ഡേവിഡ് ഡിക്രൂസ്. അയാളെ കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാമോ? അത്ര അടുത്തിട്ടില്ല, എങ്കിലും അയാൾ ഒരു മുഷ്കലാണെന്ന് തോന്നുന്നു. അയാളും വിനയനുമായി വഴക്കുണ്ടായിട്ടുണ്ടോ? ഉണ്ട് സാർ. ഒരിക്കൽ ആ പിള്ളേർ ഇവിടെ കിടന്ന് ബഹളം വെച്ചപ്പോ വിനയ് കുഞ്ഞിനെ അയാൾ വന്ന് തല്ലി സാർ. അയാളുടെ സ്വഭാവം അത്ര നല്ലതാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം പെൺകുട്ടികളെ കാണുമ്പോ തുറിച്ചൊരു നോട്ടവും വല്ലാത്തൊരു ഭാവവും ഒക്കെയാണ്. പിന്നെ കള്ളുവടിച്ചാണ് എപ്പോഴും നടക്കുന്നത്. എപ്പോഴാണ് ഇവിടെ കാണുന്നത്? ഒന്നിനും ഒരു കൃത്യമില്ല സാർ. തോന്നുമ്പം വരും, തോന്നുമ്പം പോവും. ഓ, അയാളെ കാണുന്നത് തന്നെ പേടിയാ. അയാളാണോ വൃദ്ധയുടെ കൊലയാളി? തീർച്ചയായും വിനയനെയും വൃദ്ധയും കൊന്നത് അയാളാണ്. അത് ആത്മഹത്യയാണ് സാർ. ആത്മഹത്യ ചെയ്യാൻ മാത്രം വിനയം ഭീരുമല്ല. കുറ്റബോധം കൊണ്ട് ചെയ്തതാണെങ്കിലോ? അങ്ങനെ പറഞ്ഞ് കൈയൊഴിയാം. കാരണം കൊലയാളി ശക്തനാണല്ലോ. ധാരാളം പണവും കയ്യിലുണ്ടാവും. മുപ്പാ, ഈ പണത്തിന്റെ മേലെ കൂടി പറക്കാൻ പരുന്തിനും പേടിയാ. പക്ഷെങ്കിലും മരം മുറിച്ച ഏമാമാര് പിടിക്കില്ലയാ. അതിന് മുറിക്കുന്ന സ്ഥലം ധരിച്ചിരുന്നില്ലല്ലോ. ചെടിയാടല്ലേ, പണം കായ്ക്കുന്ന ചെടി. ആ, എന്താ നോക്കിക്കണേ? കുടി. ഏന് വേണ്ട, കുടിക്കടോ. അവളെവിടെ? யாரு நம்புறா? கன்னிப்பண்ணா அவள் இங்க இல்ல நம்புறா. നീ എന്നെ കളിപ്പിക്കാണ? മാപ്പാക്കണം നമ്പുറ. അവൾ മദിനയുടെ കുടിലിൽ പോയിരിക്കുക. ഏതെന്ത് ചെയ്യും? എടോ പറട്ടെ, തനിക്കറിയാമോ ഈ മദ്യത്തേക്കാൾ മയക്കാൻ കൂടുതലാ പെണ്ണിന്. ഈ ഡിക്രൂസ് ഒരു കാര്യം വിചാരിച്ച് നടത്തിയിരിക്കും. രാവിലെ പേടിപ്പെടുത്താൻ നടക്കാണോ? ചേടാ, ഇങ്ങനെ അങ്ങ് പേടിച്ചാലോ? രാത്രിയാണെങ്കിൽ പതുങ്ങി നടക്കുന്ന കൊലയാളി, പകലാണെങ്കിൽ ഇതുപോലുള്ള ശല്യം. സോറി മാഡം. സോറി, ദയവ് ഇതിനെ ശല്യം ചെയ്യരുത്. ഈ മനോഹര തീരത്ത് ഏകാഗിയായിരിക്കുന്ന അവിടുത്തെ അഭൗമമായ സൗന്ദര്യം എന്റെ മനസ്സിനെ ശല്യക്കാരനാക്കുന്നു പ്രിയേ. അയ്യടാ, ദാണ്ട് ഒഴുകുന്നു. കളിയാക്കരുത് സുന്ദരി. തന്നെ കണ്ടപ്പോൾ മുതൽ മനസ്സിൽ ഉറഞ്ഞുകൂടിയ കവിത അണപൊട്ടി ഒഴുകുകയാണ്. തടുക്കരുത്, എന്നെ അറപ്പിക്കരുത്. കടലിലെ ഓളവും കരളിലെ മോഹവും അടങ്ങുകില്ല സുമയെ, അടങ്ങുകില്ല. ആരെന്നാ അടങ്ങാത്തത്? ഒരു തുള്ളി കമ്പെടുത്ത് രണ്ടെണ്ണം കൊടുക്കേ, എവളും അടങ്ങും. സുമേ,
എന്തു പറ്റി? ഭ്രാന്തൻ ഭ്രാന്തൻ. അയ്യേ, ഇത്രയുള്ളൂ ധൈര്യം. കരയണ്ട, ഞാനുണ്ട്. കുഞ്ഞുങ്ങളെ, വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ധാരാളം ദേശാടന കിളികൾ എത്തുമായിരുന്നു. അവയെക്കുറിച്ച് ഞാൻ ഗവേഷണം നടത്തിയിട്ടുമുണ്ട്. ആ പക്ഷികളിൽ ഒരു പ്രത്യേകതയുണ്ട്. വീണ്ടും ഞാൻ ഇവിടെ വന്ന് അതിനെക്കുറിച്ച് ഗവേഷണം നടത്താൻ ശ്രമിച്ചു. പക്ഷേ നമ്മുടെ കാടിന്റെ നശീകരണം കാരണം ദേശാടന കിളികൾ ഇപ്പോൾ തീരെ വരാറേ. ഇയാളിപ്പോ ഭയങ്കര ബിസിയാണ്. ഇതല്ല, ഇയാളാണ് ഇപ്പോഴത്തെ പുതുമുഖം. നന്നായിരിക്കുന്നല്ലേ? എന്താ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അലക്സിന് മനസ്സിലായി കാണുമല്ലോ. രാഹുലിനോ? മനസ്സിലായി സാർ. ആ, ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. സോറി, മനസ്സിലായില്ലല്ലോ. ഞാൻ സുരേഷ്. കോളേജിൽ വെച്ച് സാറിനെ പഠിപ്പിച്ചിട്ടുണ്ട്, സുവോളജിക്ക്. 86-ൽ. ഓ യെസ് യെസ് യെസ്, ഞാൻ ഓർക്കുന്നു. സുരേഷ് ഇവിടെ? ഇവിടെയൊക്കെ ഒന്ന് കാണാൻ വന്നതാ. ഇതെന്റെ ഭാര്യ സന്ധ്യ. വിവാഹം കഴിഞ്ഞ ആഴ്ചയായിരുന്നു. വിഷ് യു ആൾ ദി ബെസ്റ്റ്. കാണാം, വരൂ. നല്ലൊരു മനുഷ്യനാ കേട്ടോ. ആരടി? ആരടി? ഹിപ്പോപ്പൊട്ടാമസ്. അതായത് ആനന്ദ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്റെ ഗവേഷണത്തിന്റെ പിന്നിൽ കഠിനമായ പ്രയത്നം എനിക്ക് വളരെയധികം ആവശ്യമായി വന്നിട്ടുണ്ട്. ഞാൻ ഫോട്ടോ ആനന്ദ്. മിസ്റ്റർ ആനന്ദ്, നിങ്ങളെ തന്നെ. നിങ്ങൾ അവാർഡ് കിട്ടിയ ഒരു ഫോട്ടോഗ്രാഫർ അല്ലേ? ഇതത്ര ശരിയാണോ? സോറി സാർ. നോ, എനിക്കൊന്നും കേൾക്കണ്ട. സാർ, അത് എന്തത്? ഓടുന്ന ഒരാളുടെ പിറകെ നടന്ന് ഫോട്ടോ എടുത്താൽ കേൾക്കാതില്ലേ? ഒന്ന് നിൽക്കാൻ പറഞ്ഞാൽ എന്താ? കാശ് കൊടുത്തല്ലേ ഫിലിം വാങ്ങുന്നത്?
ആരാ? ആരാ അത്?